എൻ്റെ പേര് ജോളി. എനിക്കിപ്പം ഏകദേശം 32 വയസ്സുണ്ട്. എൻ്റെ രണ്ടാമത്തെ വിവാഹമായിരുന്നു ബാബുച്ചേട്ടനുമായിട്ട്. അത് കഴിഞ്ഞതിന് ശേഷം ബാബുച്ചേട്ടൻ എന്നെ കൊണ്ടുവന്നത് ഒരു വാടക വീട്ടിലേക്കായിരുന്നു. വാടക വീട് എന്നൊക്കെ പറഞ്ഞാൽ സാധാരണപ്പെട്ട ഒരു വീടാണ്. ഒരു മലയുടെ മുകളിൽ ഒരു ചെറിയ വീട്. അയൽക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. മലയുടെ മുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം മൊത്തം റബ്ബർ തോട്ടങ്ങളാണ്. ചുറ്റും മതിലും അത് എല്ലാം ഉണ്ടായിരുന്നു. ഗ്രാമീണ ഭംഗി നല്ല പോലെയുള്ള ആ ഒരു പ്ലേസിലാണെന്നുണ്ടെങ്കിൽ താമസിക്കാൻ ഒരു നല്ല പ്രദേശം തന്നെയായിരുന്നു. ഞാൻ അവിടെ ചെന്നിട്ടാണ് അറിയുന്നത് അവിടെയുള്ളവരെല്ലാം താമസിക്കുന്നത് വാടക വീട്ടിൽ തന്നെയായിരുന്നു എന്ന്. ആ ഒരു പ്രദേശത്തെ, അതായത് ആ ഒരു മലമുകളിലെ പ്രദേശത്തിലെ എല്ലാ വീടുകളും ഒരു ഓണറിന്റെ വാടക വീടായിരുന്നു. ആ ഒരു കാര്യങ്ങളെല്ലാം ഞാൻ ചെന്ന് കയറുന്ന സമയത്ത് അവിടെ വിളക്കും കാര്യങ്ങളൊക്കെ എടുത്തു തരാൻ സൗമ്യ മാമി ഉണ്ടായിരുന്നു. അത് ബാബുചേട്ടന്റെ ആന്റിയാണ് സൗമ്യ മാമി. ഞാൻ ചെന്ന് കയറിയ സമയത്ത് തന്നെ സൗമ്യ മാമി എൻ്റെ അടുത്ത് പറഞ്ഞു, അതെ മോളെ, അവനൊരു ഉത്തരവാദിത്വം കാര്യങ്ങളോ ഒന്നുമില്ല. ഈ വാടകയുടെ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് കൊടുക്കണം കേട്ടോ. അല്ല എന്നുണ്ടെങ്കിൽ വാടകയുടെ ആ ഓണർ ആണെന്നുണ്ടെങ്കിൽ അയാൾ നല്ല പ്രശ്നവും കാര്യങ്ങളൊക്കെയാണ്. അതൊക്കെ മോൾ ആലോചിച്ചിട്ട് തന്നെ വേണം കേട്ടോ. അത് പറയുമ്പോൾ ഞാനൊന്ന് പേടിച്ചു. ശോ, ഞങ്ങളുടെ അടുത്തും വീട്ടിലും അതേ കണക്ക് ആൾക്കാരൊക്കെ ഉണ്ട്. ചില വാടക കിട്ടാതിരിക്കുന്ന സമയത്ത് ഗുണ്ടകളുമായിട്ട് വന്ന് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. ഇനി അതുപോലെ വല്ലതും ആണോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചു. സൗമ്യ മമ്മിയുടെ വീട് ഞങ്ങളുടെ വീട്ടിൽ നിന്നും ഏകദേശം കുറേയധികം ദൂരെയായിരുന്നു. കല്യാണം കഴിഞ്ഞ ആ സമയത്ത് തന്നെ സൗമ്യ മാമി നേരെ അവരുടെ വീട്ടിലേക്ക് പോവുകയും ചെയ്തു. അന്നത്തെ ദിവസമാണെന്നുണ്ടെങ്കിൽ ബാബുച്ചേട്ടൻ എൻ്റെ അടുത്തേക്ക് വന്നു. വീടും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടോ തനിക്ക് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അതെ, ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് വാടക വീടാണല്ലേ എന്ന് ഞാൻ ചോദിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ബാബുച്ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു, അതെ, ഇതിന് തൊട്ടടുത്തുള്ള വീട്ടുകാരെല്ലാം ഇതിനെ വാടകയ്ക്ക് താമസിക്കുന്നു. ഒറ്റ ഓണറാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അയാളുടെ കയ്യിലാണ് എല്ലാ കാര്യങ്ങളും എന്ന് ബാബുച്ചേട്ടൻ പറഞ്ഞു. അന്ന് കല്യാണ ദിവസം വൈകുന്നേരമായ സമയത്താണെന്നുണ്ടെങ്കിൽ ബാബുച്ചേട്ടന് ഒരു കോള് വന്നു. അത് പെട്ടെന്ന് തന്നെ ജോലിക്ക് കയറാൻ വേണ്ടിയിട്ടായിരുന്നു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ബാബുച്ചേട്ടൻ അയാളുടെ നന്നായിട്ട് ദേഷ്യപ്പെടുന്നുണ്ടായിരുന്നു. ആ ടൈമിൽ ഞാൻ ചെന്നിട്ട് ബാബുച്ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, എന്തൊക്കെയായാലും നിങ്ങളൊരു കാര്യം ചെയ്യ്, നേരെ പോകാനുള്ള വഴിക്ക് പോ, ഉള്ള ജോലി കളയാൻ നിൽക്കണ്ട എന്നായിരുന്നു ഞാൻ ബാബുച്ചേട്ടനോട് പറഞ്ഞത്. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ബാബുച്ചേട്ടനാണെങ്കിൽ ഒരു ദിവസം പോലും ഇവിടെ നിൽക്കാൻ പറ്റാത്തതിന് അതിൻ്റെ അരിശവും അമർഷവും എല്ലാം ഉണ്ടായിരുന്നു. എങ്കിലും ജോലി വലുതാണല്ലോ, അതുകൊണ്ട് തന്നെ ബാബുച്ചേട്ടൻ നേരെ ജോലിക്ക് പോവുകയും ചെയ്തു. പിന്നെയുള്ള ആ ഒരു കുഞ്ഞു വീട്ടിലാണെങ്കിൽ ഞാൻ ഒറ്റയ്ക്കായിരുന്നു. ഇപ്പം ഏകദേശം ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. ബാബുച്ചേട്ടനാണെങ്കിൽ ലീവിന് വരാം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ സമയത്ത് ഇങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ആ ടൈമിലും ബാബുച്ചേട്ടൻ വീട്ടിലേക്ക് വന്നിട്ടില്ലായിരുന്നു. ഇനി വീടിൻ്റെ അന്തരീക്ഷത്തിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു അടുക്കളയുണ്ട്, ഒരു ചെറിയ ഹാളുണ്ട്, പിന്നെ ഒരു കുഞ്ഞു ബെഡ്റൂമും ഉണ്ട്. അതായിരുന്നു ഞങ്ങളുടെ ആ വീട്. ഒരു കൊച്ചു വീടാണ്. പിന്നെ പഴയ കാലത്തെ ഒരു വീടിൻ്റെ പ്രതീതിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ താഴേക്ക് നോക്കുന്ന സമയത്ത് കൊക്കയാണ്. അവിടെ നിന്ന് നോക്കാൻ നല്ല രസമാണ്. അവിടെ ചെറിയ ചെറിയ റബ്ബർ തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കണ്ടിരിക്കാൻ നല്ല രസമാണ്. പിന്നെ തൊട്ടടുത്ത് തന്നെ വിജനമായിട്ടിങ്ങനെ ഒരു കൊക്കയായിട്ട് കിടക്കുന്നതുകൊണ്ട് തന്നെ ആ ഒരു തണുത്ത കാറ്റും കാര്യങ്ങളൊക്കെ അകത്തേക്ക് അടിക്കുന്നുണ്ട്. അതെല്ലാം എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. ചില സമയത്ത് ഒരു കുഞ്ഞു വീട്ടിൽ താമസിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും ഒരു വലിയ റിസോർട്ടിൽ താമസിക്കുന്ന അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. കാരണം ചില സമയത്തൊക്കെ ടൂർ പോകുന്ന ടൈമിൽ നമ്മൾ പോയി താമസിക്കത്തില്ലേ, അതേപോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നത്തെ ദിവസം ഒരു തിങ്കളാഴ്ച ദിവസമായിരുന്നു. ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. ആ ടൈമിലാണെങ്കിൽ മീൻകാരൻ വന്നു. മീൻകാരനാണെന്നുണ്ടെങ്കിൽ റഷീദക്ക. അവിടെയൊക്കെ മീനും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് റഷീദക്കയാണ്. ആ ടൈമിൽ റഷീദക്ക കൊണ്ടുവന്ന് എനിക്ക് ഏകദേശം ഒരു മീനും കാര്യങ്ങളും തന്നു. ഒരു 100 രൂപയുടെ മത്തി. അതും വാങ്ങിച്ചുകൊണ്ട് വെട്ടാൻ ഞാൻ ആ ഒരു പടിഞ്ഞാറത്തെ വശത്ത് പോയിരുന്നു, അടുക്കളയിലെ. ആ ടൈമിൽ ഇത് മീനും വെട്ടി ഒന്ന് കഴുകി വൃത്തിയാക്കി വെക്കുന്ന സമയത്തായിരുന്നു അപ്പുറത്തുണ്ടായിരുന്ന ഷീബ ചേച്ചി അവിടെ നിന്ന് വിളിച്ച് ചോദിച്ചത്, മോളെ, വാടകയും കാര്യങ്ങളും കൊടുത്തായിരുന്നോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ ഷീബ ചേച്ചി നോക്കിയിട്ട് പറഞ്ഞു, ഇല്ല ചേച്ചി, ബാബുചേട്ടൻ സാലറി ഒന്നും അയച്ചിട്ടില്ല. അയ്യോ മോളെ, ഇന്നാണ് കേട്ടോ വാടകയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന സമയം, അല്ലെങ്കിൽ അവർ വന്ന് പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാക്കും. അപ്പൊ തന്നെ ഞാനാണെന്നുണ്ടെങ്കിൽ സൗമ്യ മാമി പറഞ്ഞ കാര്യം ആ ടൈമിൽ ആലോചിച്ച് നോക്കി. മാമി നേരത്തെ പറഞ്ഞതായിരുന്നു വാടക കറക്റ്റായിട്ട് കൊടുക്കണമെന്ന്.
അശ്ശോ, ഇനിയിപ്പം ബാബുചേട്ടനെ വിളിച്ച് ചോദിക്കണമല്ലോ. ഞാൻ വിളിച്ച് ചോദിക്കുന്ന സമയത്താണെന്നെങ്കിൽ ഫോൺ എടുക്കുന്നില്ല. ചിലപ്പോൾ ഡ്യൂട്ടിക്കായിരിക്കും എന്നൊക്കെ ഞാനിങ്ങനെ വിചാരിച്ചിരുന്നു. ആ ടൈമിൽ ഒരു നിവർത്തിയില്ലാതെ ഞാൻ വീടിൻ്റെ കിഴക്കേ വശത്ത് ഇങ്ങനെ പോയിരുന്നു. അപ്പോഴായിരുന്നു ഷീബ ചേച്ചി അവിടേക്ക് വരുന്നത്. എന്തായി മോളെ, വാടകയും കാര്യങ്ങളൊക്കെ റെഡിയായോ എന്ന് ഷീബ ചേച്ചി ചോദിക്കുന്ന സമയത്ത് ഞാൻ തന്നെ പറഞ്ഞു, അല്ല ചേച്ചി, ആയിട്ടില്ല. ഞാൻ ബാബു ചേട്ടനെ ഒന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ കിട്ടിയിട്ടില്ലായിരുന്നു. അയ്യോ, ഈ സമയത്ത് കൊടുക്കണ്ടേണ് കേട്ടോ എന്ന് ഷീബ ചേച്ചി പറയുമ്പോൾ ഞാൻ ആകെ ടെൻഷനായിട്ട് ഇങ്ങനെ നിന്നു. ഇനിയിപ്പോ എന്താ ചെയ്യാ ചേച്ചി, ചേച്ചിയുടെ കയ്യിൽ പൈസ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്ന സമയത്ത് ഷീബ ചേച്ചി എന്നെ പറഞ്ഞു, മോളെ, അവിടെ അരി വാങ്ങിക്കാൻ പോലും കാശും കാര്യങ്ങളൊന്നുമില്ല. അത് ഇവിടുത്തെ ഒരു അവസ്ഥയും കാര്യങ്ങളൊക്കെയാണല്ലോ. ഇനിയിപ്പോ ഞാൻ വേറൊരു വഴി പറഞ്ഞുതരാം, മോള് അതേ കണക്ക് അങ്ങ് ചെയ്താൽ മാത്രം മതി എന്ന് ഷീബ ചേച്ചി പറയുമ്പോൾ ഞാൻ ഷീബ ചേച്ചി ഒന്ന് നോക്കി. ആ ടൈമിലാണെങ്കിൽ ഷീബ ചേച്ചി എന്നെയും അടിമുടിയും നോക്കി. അതെന്താണ് അങ്ങനെ നോക്കിയെന്ന് എനിക്കിതുവരെ മനസ്സിലായില്ല. ഞാനിങ്ങനെ ചോദിച്ചു, എന്ത് പറ്റി ചേച്ചി, എന്താ നോക്കുന്നേ? ഒരു കാര്യമുണ്ട് മോളെ എന്ന് പറഞ്ഞുകൊണ്ട് ഷീബ ചേച്ചി എന്നെയും വിളിച്ചുകൊണ്ട് വന്നു. എന്താ ചേച്ചി, എന്താ കാര്യം പറയും എന്ന് ഞാൻ ചോദിച്ചു. ആ സമയത്ത് ഷീബ ചേച്ചി പറഞ്ഞു, നമ്മളുടെ വാടകക്കാരൻ അത്യാവശ്യം പഞ്ചാരയായിട്ടുള്ള ഒരാൾ തന്നെയാണ്. പിന്നെ എന്തെങ്കിലുമൊക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് മറുപടിയും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മതി. പിന്നെ മോളാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം സുന്ദരിയായിട്ടുള്ള ഒരാളല്ലേ, അങ്ങനെ ഒരു താൽക്കാലിക ഇളവൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ മോക്കാണെങ്കിൽ തരികയൊക്കെ ചെയ്യും എന്നായിരുന്നു ഷീബ ചേച്ചി പറഞ്ഞത്. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ ഷീബ ചേച്ചി പറയുന്നത് കേട്ട് അങ്ങനെ നിന്നുപോയി. ശേ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കാണോ എന്നെ ഇവിടെ വിളിച്ചുകൊണ്ട് വന്നത് എന്ന് ഞാൻ ചിന്തിച്ചു നോക്കി. ഞാൻ പറഞ്ഞു, ചേച്ചി അതൊന്നും ശരിയാവില്ല, ഞാനങ്ങനെ ആരുടെ മുന്നിലും താഴാനൊന്നും പോയിട്ടില്ല. പിന്നെയാണെന്നുണ്ടെങ്കിൽ പൈസയുടെ കാര്യമല്ലേ, അത് ഇന്നല്ലെങ്കിൽ നാളെ ഒരു ദിവസം ഞാൻ എടുത്ത് കൊടുക്കും. അല്ലാതെ മറ്റൊരാളുടെ മുമ്പിൽ തലകുനിക്കേണ്ട ആവശ്യം എനിക്കെന്താണ്? ഞാൻ വന്നു കയറിയ ഒരാളല്ലേ എന്ന് ഞാൻ ഷീബ ചേച്ചിയോട് പറഞ്ഞു. അപ്പോൾ തന്നെ ഷീബ ചേച്ചി എൻ്റെ അടുത്ത് മറുപടിയായിട്ട് പറഞ്ഞു, മോളെ, മോൾക്ക് ഇവിടുത്തെ അവസ്ഥയും കാര്യങ്ങളും ഒന്നും മനസ്സിലാവാഞ്ഞിട്ടാണ്. നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ നിനക്ക് എല്ലാ സൗകര്യങ്ങളും കാര്യങ്ങളും ഉണ്ട്. ഇവിടെ താഴേക്കൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതിലും കുറച്ച് വാടകയ്ക്ക് സാധനം കിട്ടും. പക്ഷേ അങ്ങനെ ഒരു വീട് കിട്ടിക്കഴിഞ്ഞാൽ നിനക്ക് താമസിക്കാനും കാര്യങ്ങളും കൊള്ളത്തില്ല. കാരണം അവിടെ മൊത്തം കുടിയന്മാരും പിന്നെ ബഹളവും അതും ഇതൊക്കെയാണ്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ നിനക്ക് സന്തോഷമായിട്ട് പോവുകയും ചെയ്യാം, നിനക്ക് നിന്റെ വീട്ടിലും പോകാം, എല്ലാം ഉണ്ട്. അതായതുകൊണ്ട് നിനക്ക് ഇവിടെ നന്നായിട്ട് നിൽക്കാം. അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കേട്ടുകഴിഞ്ഞാൽ നിനക്ക് സന്തോഷമായിട്ട് പൊക്കൂടെ ബാബുവിൻ്റെ കൂടെ എന്ന് ഷീബ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു. ഷീബ ചേച്ചി പറയുന്ന കാര്യങ്ങൾ ഒട്ടും താല്പര്യമില്ലാഞ്ഞിട്ടും ഞാനതെല്ലാം കേട്ടുകൊണ്ട് നിന്നു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ചില സമയത്ത് എനിക്ക് ദേഷ്യം വരുന്നുണ്ട് ചേച്ചിയുടെ വർത്തമാനം കേട്ടിട്ട്. ആ ടൈമിൽ ഞാൻ മീൻ പൊരിച്ചത് ഒന്ന് ഇളക്കി മറിച്ചിടാനായിട്ട് അടുക്കളയിലേക്ക് പോയി. ആ ഇളക്കി മറിച്ചിരിക്കുന്ന സമയത്തും ഷീബ ചേച്ചി എൻ്റെ അടുത്തേക്ക് വന്നു. മോള് ഈ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് മാറും, അതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ ഒന്ന് റെഡിയായിട്ട് നിൽക്കി. പെട്ടെന്ന് ഞാൻ ഷീബ ചേച്ചിയോട് ചോദിച്ചു, ചേച്ചി ചേച്ചി എന്തായി ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കുന്ന സമയത്താണെന്നെങ്കിൽ ഷീബ ചേച്ചി എനിക്ക് മറുപടിയായിട്ട് പറഞ്ഞു തന്നു. ഞാനത് ചോദിക്കുമ്പോൾ ഒരു പുഞ്ചിരിയോടെ ഷീബ ചേച്ചി എൻ്റെ അടുത്ത് പറയുകയുണ്ടായി, മോളെ, നമുക്ക് പെണ്ണുങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ ആകെ കിട്ടിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, ഇച്ചിരി ചുറുചുറുക്കും പിന്നെ ഇച്ചിരി സൗന്ദര്യമാണ്. അത് നമ്മൾ വേണ്ട കാര്യത്തിനാണെങ്കിൽ ഇത്തിരി നേരം ഉപയോഗിക്കാം, അല്ലാതെ മറ്റൊന്നും ഇതിനകത്തില്ല എന്നായിരുന്നു ഷീബ ചേച്ചിയുടെ മറുപടി. ഷീബ ചേച്ചി പറയുന്നത് കേട്ട് ഞാനൊരു കൺഫ്യൂഷനും പിന്നെ തലച്ചൊറിച്ചിലുമായിട്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. ആ ടൈമിലാണെങ്കിൽ ഷീബ ചേച്ചിൻ്റെ അടുത്ത് പറഞ്ഞു, ഏതായാലും മോള് വാ, ഞാൻ പറഞ്ഞു തരാം. ശേഷം ഷീബ ചേച്ചി എന്നെയും വിളിച്ചുകൊണ്ട് അലമാരയിൽ കയറി. ശേഷമാണെന്നുണ്ടെങ്കിൽ ഓരോ ഡ്രസ്സും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഷീബ ചേച്ചി പറഞ്ഞു, ദേ ഇതിനകത്തുനിന്ന് ഡ്രസ്സ് എടുത്തേ എന്ന് ഷീബ ചേച്ചി പറയുമ്പോൾ ഞാനൊരു ചുരിദാർ എടുത്തിട്ടു. ആ, ഇതിട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം സുന്ദരിയായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ നിനക്ക് നല്ല ചുറുചുറുക്കും കാര്യങ്ങളൊക്കെ വേണം കേട്ടോ. പിന്നെ ഈ പാവപ്പെട്ട സ്വഭാവം കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല, ജീവിച്ചു പോകണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നായിരുന്നു ഷീബ ചേച്ചി പറയുന്നത്. ഞാനെല്ലാം ഒരു പുഞ്ചിരിയോടെ കേട്ടിരുന്നു. ആ സമയത്താണെന്നെങ്കിൽ ഷീബ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, പിന്നെ അപ്പുറത്തുള്ള ആൾക്കാരെല്ലാം പറയുന്നുണ്ട് വാടകക്കാരാണെന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചാരയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ മോളാണെന്നുണ്ടെങ്കിൽ ഇപ്പം കല്യാണം കഴിഞ്ഞ് വന്നതല്ലേ ഉള്ളൂ, അപ്പോൾ ഒലിപ്പിക്കാനും കാര്യങ്ങളൊക്കെ ചാൻസ് ഉണ്ട്. അപ്പം ഒന്നും ദേഷ്യപ്പെട്ട് സംസാരിക്കരുത്, നമ്മുടെ ദയനീയാവസ്ഥയും കാര്യങ്ങളൊക്കെ നീ അവൻ്റെ അടുത്ത് പറയുക. പിന്നെ നമുക്ക് കുറച്ച് സാവകാശവും കാര്യങ്ങളൊക്കെ ചോദിക്കാം. അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ജീവിച്ച് പോകാൻ പറ്റത്തുള്ളൂ. അല്ലാതെ നമ്മൾ വളരെ തണ്ടായിട്ട് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് വീണ്ടും നമ്മളെ ഇറക്കി വിടാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെ ഷീബ ചേച്ചി എന്നെ ഒന്ന് ഉപദേശിച്ചിട്ട് ചേച്ചി നേരെ ചേച്ചിയുടെ വീട്ടിലേക്ക് പോയി.
അടുക്കളയിൽ മീൻ പൊരിച്ച് കഴിഞ്ഞ് ചോറും വെച്ച് കറിയും വെച്ച് കഴിഞ്ഞ സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ കിഴക്കേ വശത്ത് വന്നിരുന്നു. അവിടെ ഇട്ടിരുന്ന ഒരു ഉമ്മറത്തെ എറമ്പിലായിരുന്നു ഞാൻ ഇരിക്കുന്നത്. അവിടെ ഇരിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അപ്പുറത്തൊക്കെ ആരുടെയൊക്കെയോ ഒച്ചകളും കാര്യങ്ങളൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഷീബ ചേച്ചിയാണെന്നുണ്ടെങ്കിൽ വാടക്കാരനാണെന്ന് തോന്നുന്നു. അങ്ങനെ നിൽക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ആളിങ്ങനെ വരുന്നു. കഷത്താണെന്നുണ്ടെങ്കിൽ ഒരു കറുത്ത ബാഗുണ്ട്. പിന്നെ ആണെന്നുണ്ടെങ്കിൽ മുറുക്കാൻ മുറുക്കുന്ന ശീലമുണ്ടെന്ന് തോന്നുന്ന ആൾക്ക്. എന്തോ ഒന്ന് പല്ലിൽ ചവച്ച് ചവച്ചാണ് ആളിങ്ങനെ വരുന്നത്. അത്യാവശ്യം നല്ല കറുത്തിരുണ്ട്, നല്ലൊരു കളറാണ് ആളുടേത്. ഒരു നിമിഷം ഞാൻ നോക്കി നിന്ന സമയത്താണെങ്കിൽ കറുപ്പെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റോഡിൻ്റെയൊക്കെ കളറ്, അത്രയും ടാർ പോലുള്ള കളറാണ് ആ ഒരു മനുഷ്യനുണ്ടായിരുന്നത്. ചുണ്ടുകളാണെങ്കിൽ നന്നായിട്ട് ചുമന്നിട്ടുണ്ട്. അത് മറ്റൊന്നും കൊണ്ടായിരുന്നില്ല, മുറുക്കാനും കാര്യങ്ങളൊക്കെ മുറുക്കിയാണെന്ന് തോന്നുന്നു. ആള് ചുണ്ടും ചുമന്ന് പെട്ടെന്ന് അതിൻ്റെ വീടിൻ്റെ വാതിലിലെത്തിയ സമയത്താണെന്നുണ്ടെങ്കിൽ ഒന്ന് മുറുക്കി തുപ്പിയിട്ട് ആള് അകത്തേക്ക് കയറി വരുന്നത്. ഒരു വെളുത്ത മുണ്ടും അതേപോലെ തന്നെ ഒരു ചെക്കിൻ്റെ കളർ ഷർട്ടുമാണ് വേഷം. ആ ടൈമിലാണെന്നുണ്ടെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ ഒരു അസിൽ തമിഴൻ എന്ന് വേണമെങ്കിൽ പറയാം. എൻ്റെ മുന്നിലെത്തിയ സമയത്താണെന്നുണ്ടെങ്കിൽ ആൾ വീണ്ടും ഒന്നുകൂടെ ചവച്ചതിന് ശേഷം ആ ഒരു തുളസിത്തറയുടെ ഇപ്പുറത്തായിട്ട് ഒന്നുകൂടെ ഒന്ന് മുറുക്കി തുപ്പി. ശേഷം എൻ്റെ അടുത്ത് പറഞ്ഞു, കൊച്ചെ പോയി വാടകയും എടുത്തോണ്ട് വാ എന്നായിരുന്നു ആള് പറഞ്ഞത്. അത് കേട്ട സമയത്താണെന്നുണ്ടെങ്കിൽ എനിക്ക് നല്ല പേടി തോന്നി. ആളുടെ സംസാരവും കാര്യങ്ങളൊക്കെ കേട്ടിട്ട് എന്തോ പിടിച്ചു തിന്നാൻ വരുന്ന കണക്ക് ആ ഒരു പ്രതീതിയായിരുന്നു ആളുടെ ആ ഒരു സംസാരത്തിനുണ്ടായിരുന്നത്. ആ ടൈമിൽ ഞാൻ നന്നായിട്ട് പേടിച്ചു. ആ സമയത്ത് പേടിച്ച് പതുങ്ങിക്കൊണ്ട് തൊട്ടടുത്തുണ്ടായിരുന്ന ആ ഒരു തൂണിലേക്ക് ഞാനിങ്ങനെ കൈചാരി വെച്ചുകൊണ്ടിരുന്നു. അപ്പോഴാണെന്നുണ്ടെങ്കിൽ ഷീബ ചേച്ചി തൊട്ടപ്പുറത്തെ വീട്ടിൽ നിന്ന് ഇങ്ങനെ കൈ കാണിച്ച് പറയുന്നുണ്ടായിരുന്നു. നമ്മുടെ ആ ഒരു സാവകാശവും കാര്യങ്ങളൊക്കെ ചോദിക്കാനാണ് ഷീബ ചേച്ചി അവിടെ നിന്ന് എനിക്ക് പറഞ്ഞു തരുന്നത്. ആ ടൈമിലാണെന്നുണ്ടെങ്കിൽ ഞാൻ ഷീബ ചേച്ചിയെ നോക്കി. പെട്ടെന്ന് അങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അയാൾ വീണ്ടും എൻ്റെ മുഖത്തേക്ക് ഒന്ന് തല ഉയർത്തി നോക്കിയിട്ട് പറഞ്ഞു, അതെ കുറെ നേരമായിട്ട് നിൽക്കുന്നു, പോയി വാടക എടുത്തോണ്ട് വാ എന്ന് കുറച്ച് ദേഷ്യത്തോടെ അയാൾ പറഞ്ഞു. അപ്പോൾ തന്നെ ചെറിയ രീതിയിൽ ഞാനിങ്ങനെ ബബ്ബ അടിക്കാൻ തുടങ്ങി. അതിനുശേഷം ഞാൻ പറഞ്ഞു, ബാബുച്ചേട്ടൻ വന്നിട്ടില്ല എന്ന് പറയുന്ന സമയത്ത് ആള് നന്നായിട്ട് ദേഷ്യപ്പെടുന്നുണ്ടായിരുന്നു. അതൊന്നും എനിക്കറിയണ്ട, വാടക പെട്ടെന്ന് എടുത്തോണ്ട് വരണം, ഇന്ന് എല്ലാം ക്ലോസ് ചെയ്യാനുള്ളതാണ് എന്നൊക്കെയാണ് ആള് പറയുന്നത്. പിന്നെ ഒരു പേടിച്ച് പേടമാനെ പോലെ തന്നെ ഞാൻ പറഞ്ഞു, വാടക തരാൻ എനിക്ക് കുറച്ച് സാവകാശവും കാര്യങ്ങളും തരണം. ബാബുചേട്ടൻ ഇതുവരെയും പൈസയൊന്നും അയച്ചിട്ടില്ല, വന്നിട്ടുമില്ല. എന്നാ അവൻ വരുന്നത് എന്നായിരുന്നു അങ്ങനെ ചോദിച്ചപ്പോൾ അടുത്ത ചോദ്യം. ആ സമയത്ത് എനിക്കറിയില്ല മുതലാളി എന്ന് ഞാൻ തിരിച്ച് മറുപടി പറഞ്ഞു. ആ ടൈമിലാണെന്നുണ്ടെങ്കിൽ ആളിങ്ങനെ പെട്ടെന്ന് ദേഷ്യപ്പെട്ടതുപോലെ തല ഇങ്ങനെ ചൊറിയുന്നുണ്ടായിരുന്നു. ഒരു നിമിഷം അയാളുടെ പ്രവൃത്തികളും കാട്ടിക്കൂട്ടലും എല്ലാം കണ്ട സമയത്താണെന്നുണ്ടെങ്കിൽ എനിക്ക് നല്ലപോലെ പേടി തോന്നിയായിരുന്നു. ഞാൻ ആ തൂണിൽ മുറുകെ പിടിച്ച് ഒരു സൈഡിലേക്ക് ഇങ്ങനെ മാറി നിന്നു. ആളാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയോ കാണിക്കുന്നുണ്ടായിരുന്നു. മുണ്ട് അഴിച്ചിട്ട് മുണ്ടാണെന്നുണ്ടെങ്കിൽ മുറുക്കി പിടിക്കുന്നു, അത് വീണ്ടും അഴിച്ചിടുന്നു, തല ഇങ്ങനെ ചൊറിയുന്നു. ശേഷം ഒരു ദുരിശം എന്ന പോലെ പെട്ടെന്ന് ചാടി കയറി നേരെ സിറ്റൗട്ടിലെ കസേരയിലേക്ക് കയറിയിരുന്നു. ആ ടൈമിൽ ഒന്നും മിണ്ടാതെ അയാളിങ്ങനെ ഇരിക്കുകയായിരുന്നു. ആ ടൈമിലാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് പറയണം എന്നറിയാതെ ഷീബ ചേച്ചി നോക്കി. ഷീബ ചേച്ചി എന്തോ ആ ടൈമിൽ വരെ അവിടെ ഉണ്ടായിരുന്നെങ്കിലും പെട്ടെന്ന് തന്നെ അകത്തേക്ക് കയറി പോയിരുന്നു. ഞാനിങ്ങനെ പേടിച്ചു പറിച്ച് അങ്ങനെ നിൽക്കുമ്പോൾ ആളിങ്ങനെ എൻ്റെ മുഖത്തേക്ക് തുറച്ചിങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. ആ സമയം മുറുക്കാനിങ്ങനെ വായിലിട്ടുണ്ട് ആളിങ്ങനെ എന്തോ ആംഗ്യം കാണിക്കുന്നുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു, നീ കോളാമ്പി വല്ലതും എടുത്ത് കൊടുക്കാനാണോ എന്നൊക്കെ വിചാരിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അയാളിങ്ങനെ അകത്തേക്ക് എന്തോ ആംഗ്യം കാണിക്കുന്നുണ്ട്. അപ്പൊ തന്നെ എന്താണെന്നറിയാതെ ഞാനിങ്ങനെ തർപ്പിച്ചിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. പെട്ടെന്ന് അയാളാണെന്നുണ്ടെങ്കിൽ എണീറ്റ് ഒരു ദേഷ്യത്തോടെ പുറത്തോട്ടൊന്ന് തുപ്പി. ശേഷം പറഞ്ഞു, ഫോണിങ്ങെടുത്തോണ്ട് വാ, അവനെ വിളിച്ചു കഴിഞ്ഞിട്ട് അവൻ്റെ അടുത്ത് വരാൻ പറ, വാടക തരാൻ പറ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ടായിരുന്നു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ഞാനാണെങ്കിൽ പേടിച്ച് വിറച്ചിങ്ങനെ നിൽക്കുകയാണ്. ഞാൻ ഷീബ വിളിക്കാനായിട്ട് അങ്ങോട്ട് നോക്കുന്ന സമയത്ത് ഷീബ ആ പഞ്ചായത്ത് വിട്ടിരുന്നു. കാരണം അയാളെ പേടി ഷീബ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് വൈകിയാണ് മനസ്സിലായത്. ഞാൻ അകത്ത് പോയി ഫോൺ എടുത്തുകൊണ്ടെന്ന് അയാളുടെ മുന്നിൽ വെച്ച് തന്നെ ബാബുചേട്ടനെ ഒന്ന് വിളിക്കാൻ നോക്കി. അപ്പോൾ തന്നെ ഫോൺ റിങ് ചെയ്യുന്നുണ്ട്. അത് എടുക്കുന്നില്ല. ഞാൻ ആ സ്പീക്കറിലിട്ട് അയാളെ കാണിച്ചു കൊടുത്തു. അപ്പൊ തന്നെ അയാൾ വീണ്ടും തലച്ചൊറിയാൻ തുടങ്ങി. ദേഷ്യം വന്നണക്ക് എന്തൊക്കെയോ ചെയ്തു കൂട്ടാനായിട്ട് അയാൾക്ക് ഇങ്ങനെ തോന്നുന്നുണ്ടായിരുന്നു. ശേഷം അയാൾ മുറിക്കകത്തേക്ക് കയറി. ശേഷം മുറിയെല്ലാം ഒന്ന് നോക്കി. എനിക്ക് തോന്നുന്നു മുറിയും കാര്യങ്ങളും അതിന്റെ വൃത്തിയും കാര്യങ്ങളൊക്കെയാണ് നോക്കുന്നതെന്ന് തോന്നി. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ആളെല്ലാം മൊത്തത്തിൽ നോക്കി. ഞാൻ മുറിയെല്ലാം വൃത്തിയാക്കിയിട്ടിരുന്നത് ഹോളും കിച്ചണും എല്ലാം. അതുകൊണ്ട് തന്നെ വേറെ പ്രശ്നമോ കാര്യങ്ങളോ ഒന്നുമില്ലെന്ന് എനിക്ക് തോന്നിപ്പോയി.
എല്ലാം ഒന്ന് കണ്ടിട്ട് വന്ന് അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, എന്തൊക്കെയായാലും ഇന്ന് വാടക കിട്ടാതെ ഞാൻ ഇവിടുന്ന് പോകുന്ന പ്രശ്നമില്ല. കഴിഞ്ഞ മാസത്തെ കുറച്ച് കുടിശ്ശികയും കാര്യങ്ങളുണ്ട്, എന്തൊക്കെയാലും വാങ്ങാതെ പറ്റില്ല എന്നായിരുന്നു ആളുടെ മറുപടി. ആ ടൈമിലാണെന്നുണ്ടെങ്കിൽ ഈ മാസം കൂടെ ഒന്ന് ക്ഷമിച്ചൂടെ? ആ ടൈമിൽ ആള് ഒന്നും പറഞ്ഞില്ല, നേരെ ആ ഒരു സിറ്റൗട്ടിലെ കസേരയിൽ പോയിരുന്നു. അങ്ങനെ ഞാൻ അയാളുടെ മുന്നിൽ നിന്ന് യാചിക്കുകയായിരുന്നു, ഇന്ന് ഈ ഒരു ടൈമിൽ കൂടെ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ചെയ്തു തരണം. എനിക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ജോലിക്ക് പോയി പരിചയമൊന്നുമില്ല. ബാബു ചേട്ടനാണെന്നുണ്ടെങ്കിൽ ഇന്നോ നാളെയോ പൈസയും കാര്യങ്ങളും അയച്ചു തരും, നിങ്ങളുടെ പൈസ ഞാൻ വീട്ടിൽ കൊണ്ട് തരാം എന്നൊക്കെ ഞാൻ പറയുമ്പോഴും ആള് എന്നെ ഒന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ലായിരുന്നു. പെട്ടെന്ന് തന്നെ ആളെൻ്റെ അടുത്ത് പറഞ്ഞു, എന്തൊക്കെയായാലും ഇന്ന് ലാസ്റ്റത്തെ വീടാണ്, ഇവിടുന്ന് വാടക പിരിക്കാതെ എനിക്ക് പോകാൻ കഴിയില്ല, ഞാൻ ഇവിടെ തന്നെ കാണും, എന്തൊക്കെയായാലും അവൻ്റെ അടുത്ത് വരാൻ പറ, എന്നിട്ട് ഞാൻ പൊക്കോളാം എന്നായിരുന്നു ആളുടെ മറുപടി. ആ സമയത്താണെന്നുണ്ടെങ്കിൽ എനിക്ക് നല്ല പേടിയും കാര്യങ്ങളും തോന്നി. ഞാൻ ഷീബ ചേച്ചിയെ ഒന്നുകൂടി ഒന്ന് നോക്കി, അവിടെ ഒന്നും ഷീബ ചേച്ചിയില്ല. പിന്നെ തൊട്ടയലത്തെ വീടുകളിൽ നിന്നും ആൾക്കാരും കാണുന്നുമില്ല. പിന്നെ അവരാരെങ്കിലും വന്നു കഴിഞ്ഞാൽ തന്നെ ഇയാളെ നല്ല പേടിയാണ് എല്ലാവർക്കും. കാരണം അയാൾ നല്ല ദേഷ്യപ്പെട്ട് സംസാരിക്കുന്ന ഒരാളാണ്. പലർക്കും കുടിശ്ശികയും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഒന്നും സംസാരിക്കാൻ പോലും ആരും വരില്ല. ഞാൻ എന്ത് ചെയ്യണം എന്നറിയാതെ ഇങ്ങനെ നിന്നു. സ്വന്തം വീട്ടിലേക്ക് പോയാലോ, അയാൾ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നോട്ടെ എന്നൊക്കെ വിചാരിക്കുമ്പോൾ തന്നെ ഏകദേശം 3 മണി കഴിഞ്ഞിരുന്നു. ഇനി ആ ഒരു ജംഗ്ഷനിൽ ചെന്നിട്ട് ബസ് കിട്ടുമ്പോഴത്തേക്ക് ഒരു 8 മണി എന്തൊക്കെയായാലും ആവും. എന്തെങ്കിലും വീട്ടിലേക്ക് പോകാൻ നിവൃത്തിയും കാര്യങ്ങളൊന്നുമില്ല. എന്ത് ചെയ്യണമെന്നറിയാതെ ഞാനിങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോൾ തന്നെ ഷീബ ചേച്ചിയുടെ തലവട്ടം ഞാൻ കണ്ടു. ഞാൻ അവിടേക്ക് ചെന്നതിന് ശേഷം ശിവ ചേച്ചിയുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ആ ടൈമിൽ ശിവ ചേച്ചി പറഞ്ഞു, എൻ്റെ പൊന്നെ, നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞതല്ലേ ആദ്യം തന്നെ ആളടുത്ത് ഒന്ന് കെഞ്ചി സമ്മാനിച്ച് അങ്ങനെയൊക്കെ ചോദിക്കാൻ. ആള് സംസാരിക്കുന്ന സമയത്ത് തന്നെ ഒരു സ്പേസ് കൊടുക്കരുത്, നമ്മുടെ ചൊറുചുറുക്കിൽ വേണം ഒന്ന് സെറ്റാക്കാനായിട്ട്. ഞാനിങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ പരിഭ്രമിച്ച് നിൽക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ആ വേലിക്ക് തൊട്ടപ്പുറത്ത് നിന്നുകൊണ്ട് ഷീബ ചേച്ചി എൻ്റെ ചുരിദാറും കാര്യങ്ങളും ഒന്ന് റെഡിയാക്കി എടുത്തു. ശേഷമാണെന്നുണ്ടെങ്കിൽ ആ ഒരു കുറേയും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കിയ ശേഷം ഷീബ ചേച്ചി പറഞ്ഞു, അയാളോട് ചെന്നൊന്ന് സംസാരിക്കുക. അപ്പോൾ ഞാൻ തിരിച്ചു പറഞ്ഞു, അയാളാണെന്നുണ്ടെങ്കിൽ ഇന്ന് പോകുന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ തന്നെ അവർ പറഞ്ഞു, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല, ഇന്ന് അയാൾ ഇവിടെ നിന്നോട്ടെ, പിന്നെ നാളെ പോയി കഴിഞ്ഞാൽ എന്താ പ്രശ്നം? പെട്ടെന്ന് തന്നെ ഞാൻ ഷീബ ചേച്ചിയെ തുറച്ചു നോക്കി. അല്ല ചേച്ചി, അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ആളങ്ങനെ ഇവിടെ നിൽക്കുക, ഇവിടെ നിൽക്കുന്നത് അങ്ങനെ ശരിയുള്ള കാര്യമല്ലല്ലോ എന്ന് ഞാൻ ഷീബ ചേച്ചി ചോദിക്കുന്ന സമയത്ത് ഷീബ ചേച്ചി എന്നെ പറഞ്ഞു, എന്തൊക്കെയായാലും ചില സമയത്ത് ആൾ വന്നു കഴിഞ്ഞ ശേഷമാണെന്നുണ്ടെങ്കിൽ ഒരു ബഹളവും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. നിന്നെ കണ്ടുകൊണ്ടാണെന്ന് തോന്നുന്നു ഇപ്പം ബഹളവും കാര്യങ്ങളൊന്നുമില്ല, അധികം ദേഷ്യപ്പെട്ട് ഇങ്ങനെ എന്തൊക്കെയോ ഷോ കാണിക്കുന്നതാണൊക്കെ എനിക്ക് തോന്നുന്നത്. ഏതായാലും നിൻ്റെ അടുത്ത് ഒരു കാര്യം കാരണമൊക്കെ അയാൾ കാണിക്കുന്നുണ്ട്, നീ ഏതായാലും ഇതുപോലെ അങ്ങ് നിന്നു കൊടുക്ക്, അതായിരിക്കും നല്ല കാര്യങ്ങൾ. നീ അങ്ങോട്ട് ചെല്ല്, അല്ലെങ്കിൽ അയാൾക്ക് വീണ്ടും ദേഷ്യവും കാര്യങ്ങളൊക്കെ തോന്നി തുടങ്ങും. എൻ്റെ അടുത്ത് സംസാരിച്ച കാര്യങ്ങളൊന്നും പറയണ്ട, ഇവിടെയും കുടിശ്ശികയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ആളുടെ അടുത്ത് ഒന്ന് സംസാരിച്ചതിന് ശേഷമൊക്കെയാണ് ഒന്ന് സെറ്റാക്കി തന്നത്. പിന്നെ എല്ലാം നിൻ്റെ കയ്യിലെ ഓരോ കാര്യങ്ങൾ പോലെ ഇരിക്കും. അങ്ങനെ പ്രവൃത്തിയും കാര്യങ്ങളൊക്കെ നന്നായി കഴിഞ്ഞാൽ അവരാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഇളവും കാര്യങ്ങളൊക്കെ ചെയ്യും. നന്നായിട്ട് ഒന്ന് സംസാരിച്ച് നോക്ക്, അതായിരിക്കും നല്ലത് എന്ന് ഷീബ ചേച്ചി ഒറ്റ വാക്കിൽ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് പോയി. ഞാൻ അവിടെ നിന്ന് ഷീബ ചേച്ചിയെ വിളിക്കുന്ന സമയത്ത് ചേച്ചി മൈൻഡ് പോലും ചെയ്യുന്നില്ലായിരുന്നു. പെട്ടെന്ന് തന്നെ എനിക്ക് തോന്നിപ്പോയി, കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്ന സമയത്ത് ഇങ്ങനെയുള്ള മനുഷ്യന്മാരാണോ ഇവിടെ? അശ്യോ, ഇതാണെന്നുണ്ടെങ്കിൽ ജീവിക്കാൻ പോലും പറ്റത്തില്ല, ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കുമോ എന്ന് ഞാൻ പരിഭ്രമിച്ചുകൊണ്ട് അവിടേക്ക് ചെല്ലുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ആളാണെന്നുണ്ടെങ്കിൽ എൻ്റെ ബെഡ്റൂമിലൊക്കെ ഇങ്ങനെ കയറുന്നുണ്ടായിരുന്നു. ആ സമയത്ത് എനിക്ക് നല്ല ടെൻഷൻ തോന്നി, എന്താണ് ആളവിടെ പോയി തപ്പുന്നത്? അങ്ങനെ ടൈമിലാണെന്നുണ്ടെങ്കിൽ എൻ്റെ മുഷിച്ചും തുണിയും കാര്യങ്ങളും ഒരു മൂലയ്ക്ക് മാറ്റിയിട്ടിരുന്നതൊക്കെ അയാളുടെ അടുത്ത് കട്ടിലേക്ക് എടുത്തിട്ടു. ശേഷം അവിടെയെല്ലാം എന്തോ ഭ്രാന്തമായിട്ട് അന്വേഷിച്ചിങ്ങനെ നോക്കുന്നുണ്ട്. ഞാൻ പെട്ടെന്ന് എൻ്റെ മുറിയുടെ വാതിലിൻ്റെ ആ ഒരു ഫ്രണ്ടിലിങ്ങനെ ചെന്ന് ഒരു പേടിയോടെ ഇങ്ങനെ നോക്കി. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ആളെല്ലാം നോക്കുന്നു. ഇതെല്ലാം വാഷ് ചെയ്തൂടെ? ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഇട്ട് ഇങ്ങനെ കുളവാക്കേണ്ട ആവശ്യമുണ്ടോ? ഇവിടെ മുറി വൃത്തിയായിട്ട് കിടക്കുന്നില്ലേ, ഇതൊക്കെ നോക്കാത്ത എന്താണ് എന്നൊക്കെ ആൾ ദേഷ്യപ്പെടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ദയനീയമായിട്ട് പറഞ്ഞു, ഇപ്പോൾ വൃത്തിയാക്കാൻ വെച്ചിരുന്നായിരുന്നു മുതലാളി, പിന്നെ ആ ഒരു സമയത്താണെന്നുണ്ടെങ്കിൽ നടന്നില്ല, അപ്പോഴാണ് മുതലാളി വന്ന് കയറിയത് എന്ന് ഞാൻ അയാളുടെ അടുത്ത് പറയുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ആളെല്ലാം ഒരു കേൾവിക്കാരനെന്ന പോലെ കേട്ടിരുന്നു. ശേഷം എൻ്റെ ബെഡ്റൂമിലെ ആ കട്ടിലേക്ക് ആൾ കയറിയിരുന്നു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ആളെ പോകുന്നില്ലേ എന്നൊക്കെ ഞാനിങ്ങനെ വിചാരിച്ചു.
അപ്പോൾ തന്നെയാണെന്നുണ്ടെങ്കിൽ ആളുടെ ആ ഒരു കക്ഷത്തിൽ നിന്ന് ഡയറിയിൽ നിന്നും ഒരു ബുക്ക് എടുത്തു. ശേഷം ഓരോ കണക്കുകളും കാര്യങ്ങളും ഇങ്ങനെ ഇരുന്ന് നോക്കുകയാണ്. ശേഷം അയാൾ എന്നെ വിളിച്ചിട്ട് ആ ബെഡിലേക്ക് ഇരിക്കാൻ പറഞ്ഞു. എന്നിട്ട് ഈ കണക്കെല്ലാം ഒന്ന് കൂട്ടി വെച്ച് എന്ന് പെട്ടെന്ന് പറയുന്ന സമയത്ത് ഞാനിങ്ങനെ പെട്ടെന്ന് എന്തോ പരതി ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തന്നെ നീ പഠിച്ചതല്ലേ, അതുകൊണ്ട് കൂട്ടി വെക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ആൾ വീണ്ടും ഒന്ന് ദേഷ്യപ്പെട്ടെന്നൊക്കെ സംസാരിച്ചു. അങ്ങനെ ഞാനത് കൂട്ടാനായിട്ട് നോക്കി ഓരോ കാര്യങ്ങളും. ഈ ഒരു കഥ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ അടുത്ത ഭാഗം വേണമെന്നുണ്ടെങ്കിൽ ഭാഗം 2 എന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്കിനി വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. ഹാപ്പി ഡേ.